ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് വീട്ടിലേക്കായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ ഡൈനിങ് ടേബിളിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിക്കുന്നേക്കാളും എപ്പോഴും ഭംഗി ഒരു കോട്ടൺ, നല്ല ലൈറ്റ് കളറിലൊക്കെ വരുന്ന ഇതുപോലെ ഫ്ലോറൽ പ്രിൻ്റോ ഒക്കെയുള്ള കോട്ടൺ ഷീറ്റുകൾ വിരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ വൈറ്റിൽ ഒരു ഗ്രീനും റെഡും ഒക്കെ പ്രിൻറ്റ് വരുന്ന ഒരു ഷീറ്റാണ് വാങ്ങിയത്. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആയിരുന്നേ. നല്ല കട്ടിയുള്ള ഇതുപോലെ സൈഡിലൊക്കെ ഒരു റെഡ് കളർ ബോർഡേഴ്സ്, നല്ല വീതിക്ക് തന്നെ 4 സൈഡും ബോർഡേഴ്സൊക്കെ വരുന്ന ഒരു ഷീറ്റാണ് വാങ്ങിയത് കേട്ടോ. ഇത് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. വളരെ നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു. ഇതിൻ്റെ പല പ്രിൻറ്റുകളുണ്ട്, ചെറിയ ഫ്ലവേഴ്സായിട്ട് വരുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് താഴേക്ക് കിടക്കുന്ന രീതിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ അതാണ് നല്ലത്. പിന്നെ ഇത് കോട്ടൺ ആകുമ്പം ഇതിനകത്ത് കറിയൊക്കെ പെട്ടെന്ന് വീണ് ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് ഷീറ്റും കൂടി വാങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. അതും ആ കോട്ടൺ ഷീറ്റ് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന രീതിയിൽ തന്നെ പ്ലാസ്റ്റിക്കും വിരിക്കണം കേട്ടോ. ആ ഒരു സൈസിൽ തന്നെ മേടിക്കണം. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ളപ്പം ഇതുപോലെ കറിയൊക്കെ വീഴാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണല്ലോ. പിന്നെ ലിവിങ് റൂമിൽ ഇട്ടിരിക്കുന്ന ചെറിയൊരു ടേബിളുണ്ട്, അതിൽ വിരിക്കാൻ വേണ്ടിയിട്ടും ഞാനൊരു ഷീറ്റ് മേടിച്ചു. ഇത് കോട്ടൺ അല്ല, നെറ്റ് പോലെ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ആയിരുന്നേ. ചെറിയ ടേബിളിലൊക്കെ വിരിക്കാൻ ഇതുപോലത്തെയാണ് കൂടുതലും നല്ലത്. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട്, ഇപ്പം വൈറ്റും ക്രീമും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് കളർ നോക്കി തന്നെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ പിന്നെ നമ്മൾ വേറെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും വിരിക്കില്ലല്ലോ. അപ്പം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ചും, അല്ലെങ്കിൽ തന്നെ നമ്മൾ ചായ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുമ്പം തട്ടിയൊക്കെ കഴിഞ്ഞാൽ ലൈറ്റ് കളേഴ്സ് ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റി, അധികം വിലയൊന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. ടേബിളിൽ വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി മേടിച്ചു കേട്ടോ. ഇത് ഹൈഡ്രേഞ്ചയുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, പ്ലാസ്റ്റിക്കാണ്. ഇതും ആമസോണിൽ നിന്ന് തന്നെ ഒരു 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് കിട്ടുന്നത്. ഇത് തന്നെ സിംഗിൾ കളറുണ്ട്, ഇത് പല ഷെയ്ഡ്സ്, പിങ്ക്, ബ്ലൂ, ഇതിനകത്തുള്ളത് കളേഴ്സ് കണ്ടില്ലേ, അത് തന്നെ സിംഗിൾ കളറായിട്ടും 5 എണ്ണം കിട്ടും, മൾട്ടി കളറായിട്ടും കിട്ടും. അപ്പോൾ എനിക്ക് മൾട്ടി കളറാണ് കുറച്ച് ഭംഗിയായിട്ട് തോന്നിയത്. നല്ല പേസ്റ്റൽ കളർ, ലൈറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പെട്ടെന്ന് കാണുമ്പം റിയൽ ഫ്ലവേഴ്സ് പോലെ തോന്നുന്ന അത്രയും ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ മിക്കവാറും ആമസോണിൽ നിന്നൊക്കെ മേടിക്കുമ്പം ഈ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സിനൊന്നും അത്രയൊരു ഒറിജിനാലിറ്റി കാണത്തില്ല. പക്ഷേ ഇത് നല്ല ഭംഗിയായിരുന്നു. സെപ്പറേറ്റ് ഞാൻ വെയ്സ് ഒന്നും വാങ്ങിയില്ല, ചെറിയൊരു ഗ്ലാസ് ബോട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം ടേബിളിൻ്റെ പുതിയ ലുക്ക്. അടുത്തതായിട്ട് വാങ്ങിയത് ഒരു ഫ്രൂട്ട് ബൗളാണ്. നമുക്ക് ഡൈനിങ് ടേബിളിലോ കിച്ചണിലോ ഒക്കെ ഫ്രൂട്ട്സ് ഇട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ബൗളാണ് കേട്ടോ ഇത്. ഒരു ആപ്പിളിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെയും പല കളേഴ്സ് ഉണ്ട്, ബ്ലൂവും ഗ്രീനും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആപ്പിളിൻ്റെ ഷേപ്പ് ആകുമ്പം റെഡാണല്ലോ കുറച്ചും കൂടെ നല്ലത്. പിന്നെ എൻ്റെ ഡൈനിങ് ടേബിളിൽ വെക്കാനും റെഡ് കളർ ആകുമ്പം നല്ല മാച്ചിങ് ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അളവിൽ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് വെക്കാൻ പറ്റും. ഇതിൻ്റെ മൂടി ആയാലും നല്ല കുഴിവുള്ളതായതുകൊണ്ട് നല്ല അളവിൽ തന്നെ ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റും. ഞാനിത് ഡൈനിങ് ടേബിളിലാണ് വെച്ചത്. നല്ലൊരു പ്രോഡക്റ്റാണ്. അടുത്തതൊരു സോപ്പ് ഡിസ്പെൻസർ ആട്ടോ. ഇത് ഗ്ലാസ് ആണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗ്ലാസ്സാണ്. ചിലപ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ സോപ്പ് ഡിസ്പെൻസറൊക്കെ മേടിക്കുമ്പം അതിൻ്റെ ആ നോസിലൊന്നും നേരെ വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് കിട്ടിയത്. ഒരെണ്ണം വാഷ് ബേസിൻ്റെ അവിടെ, ഡൈനിങ് റൂമിൽ വാഷ് ബേസിൻ്റെ അവിടെ വയ്ക്കാനും, പിന്നെ ഒരെണ്ണം നമുക്ക് വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യാം. നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയയുടെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള സോപ്പ് ഡിസ്പെൻസർ നോക്കിയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. അടുത്തതൊരു ക്ലീനിങ് ബ്രഷാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് ആമസോണിൽ തപ്പി കണ്ടുപിടിച്ചൊരു പ്രോഡക്റ്റ് ആട്ടോ. ചിലപ്പം ഒരുപാട് പേര് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇത് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ്, അതുപോലെ വാഷ് ബേസിൻ്റെ, ഡൈനിങ് റൂമിലെ വാഷ് ബേസിൻ്റെ പൈപ്പിൻ്റെയൊക്കെ ഇടകൾ ഉണ്ടാവത്തില്ലേ, അതായത് ഇങ്ങനെ ചെറിയ ചെറിയ ഗ്രൂവ് പോലെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് കേട്ടോ. സാധാരണ ബ്രഷ് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ചെറിയ ചെറിയ ഗ്രൂവിലൊക്കെ ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം. അത് ഇതുപോലെ നമ്മൾ സാധാരണ വാഷ് ബേസിൻ കഴുകുന്ന ബ്രഷുകൾ ഇങ്ങനെയുള്ള ഇടകളിലൊന്നും കയറത്തില്ലല്ലോ. അപ്പോൾ അതെ, ഈ ബ്രഷിന് വളരെ കനം കുറവായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിങ്ങനെ അകത്തോട്ട് കയറ്റി ക്ലീൻ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, ഇതുപോലെ പൈപ്പിൻ്റെ ഇടകളിലൊക്കെ ചെറിയ ചെറിയ ഗ്രൂവ് ഒക്കെ വരുന്ന സ്ഥലത്തൊക്കെ വളരെ നന്നായിട്ട് നമുക്ക്
ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. അത് കനം കുറവാണെന്ന് മീൻസ് അതിൻ്റെ തിക്നെസ് കുറവാണെന്നേ ഉള്ളൂ. ആ ബ്രഷിന് നല്ല ബലമുണ്ട്, അപ്പോൾ പെട്ടെന്നൊന്നും കേടായി പോകത്തൊന്നുമില്ല. കിച്ചൺ പൈപ്പുകളുടെയും ഇടയിലൊക്കെ ഇതുപോലെ എത്ര ചെറിയ ഗ്രൂ ആണെങ്കിലും നമുക്ക് അതിനകത്തോട്ട് കയറ്റി നല്ലപോലെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലീനിങ് ബ്രഷും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ.